പൊന്നിൻ കൊണ്ടോണം ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളോടെയും സമ്മാനങ്ങളോടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം. വനം മന്ത്രിയെ വേദിയിലിരുത്തി വനം വകുപ്പിനെ രൂക്ഷമായി വിമർശിച്ച് PV അൻവർ MLA. വന്യജീവികളുടെ മനസ്സിനേക്കാൾ മോശം മനസ്സുള്ളവരാണ് ചില വനപാലകരെന്നും വനം വന്യജീവി സംരക്ഷണത്തിന് മാത്രമല്ല മനുഷ്യ സംരക്ഷണത്തിനും മന്ത്രി വേണമെന്നും PV അൻവർ MLA പറഞ്ഞു. വനം വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന വേദിയിലാണ് പരിപാടിയുടെ അധ്യക്ഷനായിരുന്ന PV അൻവർ MLA വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ അതിരൂക്ഷ വിമർശനം നടത്തിയത്. നിയമസഭയിൽ പറയാൻ കഴിയുമോ എന്ന് ഉറപ്പില്ലാത്തതിനാലാണ് ഇപ്പോൾ പറയുന്നതെന്നും MLA കൂട്ടിച്ചേർത്തു. വന്യജീവി ആക്രമണം തടയാനുള്ള നിയമം വേണമെന്നാവശ്യപ്പെട്ട് താൻ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വേണ്ട പിന്തുണ ലഭിച്ചില്ലെന്നും വന്യജീവികളിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കാനുള്ള നടപടികളില്ലാത്തതിനാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലയോര മണ്ഡലങ്ങളിൽ LDF-ന് വോട്ട് കുറഞ്ഞുവെന്നും PV അൻവർ തുറന്നടിച്ചു. ജനപ്രതിനിധികൾക്ക് പോലും വനത്തിൽ പ്രവേശിക്കാനാവില്ല. വന്യജീവി ആക്രമണം മൂലം മരണപ്പെട്ടത് പറയാനെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റിനോട് 10 ലക്ഷം കിട്ടുമെന്നാണ് വനമുദ്യോഗസ്ഥർ മറുപടി പറഞ്ഞത്. ജനങ്ങൾ ഇന്ന് വനം വകുപ്പിനോട് എല്ലാ കാര്യത്തിലും സഹകരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്നാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് നടത്തുന്നതെന്നും MLA പറഞ്ഞു. കാട്ടാനകൾ ഉൾപ്പെടെ വന്യജീവികൾ നിലമ്പൂർ ടൌണിലേക്ക് എത്തുമ്പോഴാണ് വന്യജീവി സംരക്ഷണത്തിന് മുടക്കുന്നതിനേക്കാൾ തുക കെട്ടിട നിർമ്മാണങ്ങൾക്കായി ചിലവഴിക്കുന്നത്. ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന 15 കോടിയിലധികം തുകയുടെ പ്രവൃത്തിയിൽ കുറഞ്ഞ തുക മാത്രമാണ് ജനങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രവൃത്തികൾക്ക് നീക്കിവെച്ചത്. വനത്തിന്റെ ആവാസ വ്യവസ്ഥ നിലനിർത്താൻ വനപാലകർക്കായി കോടികൾ മുടക്കി കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ട് കാര്യമില്ല. വനം വകുപ്പിന്റെ നിരവധി കെട്ടിടങ്ങൾ സംരക്ഷണമില്ലാതെ നശിക്കുമ്പോഴാണ് കോടികൾ ചിലവഴിച്ച് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. ഇത്തരം വിഷയത്തിൽ പാർട്ടി ഇടപെടണമെന്നും MLA ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥർ പ്രപ്പോസൽ നൽകാത്തതിനാൽ നിലമ്പൂരിൽ 2.5 കോടി ലാപ്സായി. പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ജനപ്രതിനിധികളോട് ചർച്ച നടത്തണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ നടപ്പാവുന്നില്ല. അങ്ങനെ ചർച്ച നടന്നിരുന്നുവെങ്കിൽ മരം മുറിച്ച് പ്രതിഷേധത്തിനിടയാക്കിയ ഈ സ്ഥലത്ത് ഇങ്ങനെ കെട്ടിടങ്ങൾ ഉണ്ടാകില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഇങ്ങനെ കെട്ടിടം നിർമ്മിക്കുമ്പോൾ മലയോര ഹൈവേ നിർമ്മാണത്തിന് ഭൂമി വിട്ടുകിട്ടുന്നില്ല. പാലം നിർമ്മാണത്തിനെത്തിയ JCB പുഴയിലിറങ്ങിയതിന് വനം വകുപ്പ് പിഴ അടപ്പിച്ചെന്നും MLA കുറ്റപ്പെടുത്തി. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ഇതിന് തന്നെ പൈസ ഇല്ല ഒപ്പിക്കുക. അപ്പൊ ഇതെന്താ രീതി? ഈ രീതി ഒരിക്കലും ശരിയല്ല. ഗവൺമെന്റ് ഇടപെടേണ്ട വിഷയമാണ്. ഈ ഗവൺമെന്റിന് അധികാരത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർട്ടി ഇടപെടേണ്ട വിഷയമാണ്. ഈ 10-60 നിയോജക മണ്ഡലങ്ങളിൽ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ വനം വന്യജീവി വിഷയം അതിനെ ഈ ഗവൺമെന്റിന് കൃത്യമായി അഡ്രസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഒരു 10-20% വോട്ട് പോയിട്ടുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന അനുഭവത്തിനടിത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം. കാട്ടിൽ കയറി ആന ചവിട്ടി കൊന്നാൽ ഒരു ന്യായം വേണമെങ്കിൽ അംഗീകരിച്ചു കൊടുക്കാം. നാട്ടിലിറങ്ങി ആന ചവിട്ടി കൊന്നാൽ ആരുടെ ഉത്തരവാദിത്തം? ആരുടെ ഉത്തരവാദിത്തം? ഈ മണ്ഡലത്തിന്റെ പല സ്ഥലങ്ങളിലും 7 മണി കഴിഞ്ഞ അങ്ങാടികൾ അടക്കുന്നുണ്ടല്ലേ? എന്താ ബൈക്കിൽ പോകാൻ പറ്റില്ല? ഇപ്പൊ 2 ആഴ്ച 1.5 മാസം മുമ്പ് പൂക്കോട് ഇവിടെ മുത്തടത്ത് രാവിലെ 60 പോകുന്നൊരു കുട്ടി പന്നിയടിച്ച് തല പൊട്ടി മരിച്ചില്ലേ? പോകാൻ സാധിക്കുന്നുണ്ടോ? പാമ്പ് പോട്ടെ, പിന്നെ എല്ലായിടത്തും ഉണ്ടാവും വിചാരിക്കുക. അത് നിവൃത്തിയില്ല. ഇപ്പൊ കാര്യമായിട്ട് ആറാട്ടിൽ അങ്ങനെ ഒരു ഉപകാരം ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം, ഒരു തർക്കമില്ല. ഈ പൈസ മുഴുവൻ ചെലവാക്കിയപ്പോ ഈ ഫെൻസിംഗ് ഒന്നും ചെയ്യാത്തപ്പോ അറ്റ്ലീസ്റ്റ് ഈ ആറാട്ടി അവർക്ക് കുറച്ച് വാഹന സൗകര്യം, അവർക്ക് കുറച്ച് എക്യുപ്മെന്റ്സ് എന്തേ തോന്നാത്തത്? ഇവിടെ എത്തി വനം വന്യജീവി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവിയേക്കാൾ അപ്പുറമായിട്ടുണ്ട്. പുലി കടിച്ച് കഴിക്കുന്നത് ഒന്നില്ലെങ്കിൽ വിശന്നിട്ടാണ്, അല്ലെങ്കിൽ. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Teddy Baby Diaper and Pants made for Indian baby body type.